കൂടിക്കാഴ്ച കഴിഞ്ഞു എംഎൽഎമാർ കെ.സിക്കൊപ്പം. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ആ കൂടിക്കാഴ്ച ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചു. ഹൈക്കമാൻഡ് പ്രതിനിധികളായ മുകുൾ വാസനിക്, അജയ് മാക്കൻ എന്നിവർ 63 കോൺഗ്രസ് എംഎൽഎമാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം, 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 46 പേർ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. 8 പേർ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചു. വെറും 6 പേരുടെ പിന്തുണ മാത്രമാണ് വി.ഡി. സതീശന് ഉണ്ടായത്. 3 പേരാകട്ടെ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും തങ്ങൾ ഉണ്ടാകുമെന്ന് നിലപാട് അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ ഇന്നത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ദൗത്യം കഴിഞ്ഞു. ഇനി ഈ ഒരു വിവരം AICCക്ക് ഹൈക്കമാൻഡിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഈ 2 പേരുടെയും ലക്ഷ്യം. മുകുൾ വാസനിക്കിൻ്റെയും അജയ് മാക്കൻ്റെയും അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 63 പേരിൽ നിന്ന് സ്വരൂപിച്ച അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് ഹൈക്കമാൻഡ് ആത്യന്തികമായി മുഖ്യമന്ത്രി ആരാകും എന്ന് പ്രഖ്യാപിക്കുക. ഞായറാഴ്ചയോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഏതായാലും 46 എംഎൽഎമാരുടെ ഭൂരിപക്ഷമുള്ള കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാക്കാൻ സമയമായിരിക്കുന്നു. അത്തരത്തിലാണ് ഇന്നത്തെ ചർച്ച നടന്നത്. മുതിർന്ന നേതാവായ AK ആന്റണി അടക്കമുള്ളവരുമായി ഇന്ന് ഈ 2 പേരും കൂടിക്കാഴ്ച നടത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വി.ഡി. സതീശനെടുത്ത 2 നിലപാടുകൾക്കും തിരിച്ചടിയേറ്റു എന്നുള്ളതാണ്. വി.ഡി. സതീശൻ ഒന്നാമതായി മുകുൾ വാസനിക്കിനോടും അജയ് മാക്കനോടും പറഞ്ഞ ഒരു കാര്യം, ഈ കൂടിക്കാഴ്ചയിൽ ഒരു കാരണവശാലും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ല. നിങ്ങളോടൊപ്പം ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ 2 പേരും എംഎൽഎമാരെ കേട്ടാൽ മതി എന്നുള്ള വി.ഡി. സതീശന്റെ ആദ്യ അവകാശവാദം തുടക്കത്തിലെ തന്നെ 2 പേരും തള്ളിക്കളഞ്ഞത് വി.ഡി. സതീശന് വലിയ തോതിലെ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. രണ്ടാമത് അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാടാണ് വി.ഡി. സതീശൻ എടുത്തത്. അതിനുമേറ്റു തിരിച്ചടി. ആ നിലപാടും മുകുൾ വാസനിക്കും അജയ് മാക്കാനും തള്ളിക്കളഞ്ഞു. അത്തരമൊരു നിലപാട് ഇപ്പോൾ കൈക്കൊള്ളേണ്ട ആവശ്യമില്ല, അത്തരമൊരു നിലപാടിന് അംഗീകാരം ഇപ്പോൾ തങ്ങൾക്ക് നൽകാനാവില്ല എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കമാൻഡ് പ്രതിനിധികൾ മാറിയതോടെ വി.ഡി. സതീശന്റെ ആ സമ്മർദ്ദ തന്ത്രവും പൊളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 2 തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇന്ന് വി.ഡി. സതീശന്റെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി പദത്തിലേക്കില്ലെങ്കിൽ താൻ ഒന്നിനുമില്ല എന്നാണ് വി.ഡി. സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം MLA സ്ഥാനത്ത് തുടരുമോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നു. അഥവാ അദ്ദേഹം അത്തരമൊരു കടുങ്കയിലേക്ക്, അതായത് MLA സ്ഥാനം പോലും രാജിവെച്ച് നേരത്തെ പ്രഖ്യാപിച്ച വനവാസത്തിലേക്ക് പോകുമോ എന്നുള്ള ആകാംക്ഷയും രാഷ്ട്രീയ കേരളത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ പറവൂരിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ കെ.സി. വേണുഗോപാൽ തന്നെ അജയ്യനായി നിൽക്കുകയാണ്. 46 എംഎൽഎമാരുടെ ഭൂരിപക്ഷവുമായി കെ.സി. വേണുഗോപാൽ ഇതാ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടുത്തെത്തിയിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഞായറാഴ്ച ഉണ്ടാകുന്നതോടുകൂടി കേരളം കാത്തിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമാകും. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഞായറാഴ്ച അസന്നിഗ്ധമായി വ്യക്തമാകും എന്നുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായില്ല, വി.ഡി. സതീശനും പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം തന്നെ കെ.സി. വേണുഗോപാലിന് എംപിമാരുടെ പിന്തുണ ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് കെ. സുധാകരൻ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇന്നും അത്തരത്തിലാണ് കെ. സുധാകരന്റെ മൗനമായ പിന്തുണ കെ.സി. വേണുഗോപാലിന് ഉണ്ടായിരിക്കുന്നത്. എംപിമാരുടെ പൂർണ്ണ പിന്തുണ കെ. സുധാകരന്റെ നേതൃത്വത്തിൽ കെ.സി. വേണുഗോപാൽ ലഭിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സർവ്വഥാ യോഗ്യത തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ആരാണ് മുഖ്യമന്ത്രി ആകണം എന്നുള്ള പ്രേക്ഷകരുടെ നിലപാടാണ്. ആ അഭിപ്രായം പ്രേക്ഷകർക്ക് അറിയിക്കാം. വി.ഡി. സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, കെ.സി. വേണുഗോപാലാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ എന്നുള്ള പ്രേക്ഷകരുടെ നിലപാട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. അല്ല എങ്കിൽ 9746114444 ഈ നമ്പറിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.